2018 ഏപ്രിൽ 3. അന്ന് യൂറോപ്യൻ ഫുട്ബോളിന് നിർണായകമായ ഒരു രാത്രിയായിരുന്നു. തുടർച്ചയായ 3 തവണയും ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്ന ചരിത്രത്തിലെ ഏക ടീമാവാനുള്ള യാത്രയിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന പാരീസിനെയും തകർത്ത് തരിപ്പണമാക്കി വരുന്ന റിയൽ മാഡ്രിഡിനെ കാത്തിരുന്നത് കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളായ ജുവന്റസ് ആയിരുന്നു. തുടക്കത്തിൽ തന്നെ ഡൂറിനെ വെട്ടിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ റിയൽ മാഡ്രിഡിന് എവേ ഗോൾ നേടിക്കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ഗോൾ ഉറങ്ങിക്കിടക്കുന്ന ജുവന്റസിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു. അടുത്ത 1 മണിക്കൂറും റയലിനെ തലങ്ങും വലങ്ങും ആക്രമിക്കുകയായിരുന്നു. എന്നാൽ ജുവന്റസിന്റെ നിർഭാഗ്യവും നവാസ്, റാമോസ്, വരാനെ എന്നിവരുടെ ലോകോത്തര പ്രകടനത്തിൽ പിടിച്ചു നിന്നെങ്കിലും ഏത് നിമിഷവും ഗോൾ വഴങ്ങുന്ന നിലയിലായിരുന്നു റയൽ മാഡ്രിഡ്. എന്നാൽ പെട്ടെന്നായിരുന്നു മാർസലോയുടെ ഒരു ലോങ് ബോൾ വരുന്നത്. ജുവന്റസിന്റെ കീപ്പറും ഡിഫൻഡറും തമ്മിൽ ആശയക്കുഴപ്പത്തിലാകുന്നു. എന്നാൽ അത് മുതലെടുത്ത് ക്രിസ്ത്യാനോ ഓടിച്ചെന്ന് പന്തെടുത്ത് വാസ്കസിന് ഒരു ഓപ്പൺ ചാൻസ് കൊടുക്കുന്നു. എന്നാൽ പാറി വന്ന് സേവ് ചെയ്ത ബുഫൺ ജന്മത്തിൽ വിചാരിച്ചു കാണില്ല അടുത്തതായി സംഭവിച്ചത്. To us, all Juventus fans around us are on their feet applauding. What an incredible... റീബൗണ്ട് ഓടിയെടുത്ത കർവഹാളിന്റെ ചിപ്പ് ചെയ്ത ക്രോസിനെ ഒരു 33-കാരൻ ലോകത്തിനെ നടുക്കിയ ചാട്ടത്തിൽ ഒരു പിക്ചർ പെർഫെക്റ്റ് ബൈസൈക്കിൾ തൊടുത്തു. ബുഫൺ സ്ഥില പോലെ സ്തംഭിച്ചു. ബർസക്ലി ഇതിനെയൊക്കെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുമെന്നുള്ള ആംഗ്യം കാണിച്ചു. ദൂറിലെ അലയൻസ് സ്റ്റേഡിയം ഒന്നടക്കം എഴുന്നേറ്റുകൊണ്ട് എതിരാളിയായ ആ ജീനിയസിന്റെ മികവിന് കൈയടിച്ചു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡറിൽ ഒരാളായിരുന്ന ചില്ലിനി പറഞ്ഞത് ഇങ്ങനെയാണ്: ഡൂറിലെ ആരാധകർ എതിർ ടീമിന് വേണ്ടി കൈയടിക്കുന്നത് എൻ്റെ ചരിത്രത്തിൽ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. ഇത് പതിറ്റാണ്ടുകളോളം ചർച്ചാ വിഷയമാകും. എൻ്റെ കണ്ണിൽ റോണോ എക്കാലത്തെയും മികച്ച കളിക്കാരനാണ്. ആ ഒരു ഗോളിൽ ജുവന്റസിന്റെ ബീറ്റൻ ചോർന്നു. വീണ്ടും ഗോൾ നേടിയ റിയൽ മാഡ്രിഡ് 3-0 വിജയിക്കുകയായിരുന്നു. ഹാട്രിക് കിരീടവും റിയൽ മാഡ്രിഡിന് കിട്ടി. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് ചെയ്തത് പതിറ്റാണ്ടോളം വാഴ്ത്തപ്പെടും. ഡൂറിൻ ഒരു എതിരാളിക്ക് കൈയടിക്കുന്നത് ഞാൻ ഇത് ആദ്യമായാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ എക്കാലത്തെയും മികച്ച കളിക്കാരനാണ്. അതെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില്ലിനി 2008 ഒരേ ടീമിൽ കളിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതാത്ത സമയത്ത് പറഞ്ഞതാണ്. ഓർക്കുക, അതിനു മുമ്പ് വരെ ക്രിസ്ത്യാനോയെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാമെന്നും മെസ്സിയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞവനാണ്. അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഗോട്ടെന്ന് വിളിച്ചത്. കാരണം അയാൾ ആ 2 വർഷവും കാണിച്ച മാസ് അത്രക്കുമുണ്ടായിരുന്നു. എല്ലാം നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലാ ടൈപ്പ് ഗോളും നേടിയിരുന്നു, ഒന്നൊഴികെ ബൈസൈക്കിൾ ഗോൾ. 2017 ഐസ്ലാൻഡിനെതിരെ ഒരെണ്ണം അടിച്ചിരുന്നു. എന്നാൽ പലരും അതിനെ സിസർ കട്ടാണെന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണ സംതൃപ്തി ആരാധകർക്ക് കിട്ടിയിരുന്നില്ലായിരുന്നു. ഒപ്പം 2006 അടിച്ച ബൈസൈക്കിൾ വിധിച്ചില്ലായിരുന്നു. ഒപ്പം 3 എണ്ണവും ഗോളെന്ന് വിശ്വസിച്ചത് പോസ്റ്റ് വില്ലനായി. അതിനാൽ തന്നെ ഒരു ബൈസൈക്കിൾ ഗോൾ അടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ രാത്രി വന്നെത്തിയത്. ഒരു ആരാധകരും ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു രാത്രി. അതെ, എങ്ങനെ മറക്കാനാണ്? ഇഷ്ടമുള്ള കർവഹാളിന്റെ ചിപ്പിംഗ് ക്രോസിൽ ഉയരം കൂടി എന്ന് വിശ്വസിച്ച സമയത്തല്ലായിരുന്നു അയാൾ അവതരിച്ചത്. ആകാശത്തിലൂടെ പോകുന്ന ബോളിനെയല്ലേ അയാൾ അത്രയും ഉയരത്തിൽ ചാടി അവിടെ ഗോൾ നേടിയത്. ലെജൻഡറി ഗോൾ കീപ്പറായ ബുഫണിനെ നോക്കി നിർത്തിക്കൊണ്ടല്ലേ ആ ഗോൾ അവിടെ നേടിയത്. പിന്നെ അത് ഞങ്ങൾ എങ്ങനെ മറക്കാനാണ്? അതൊരു ചരിത്ര നിമിഷം തന്നെയല്ലേ.